ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചനത്തെ ആധാരമാക്കി, പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞ 7 സഭകളുടെ ദൂതിനെ ആധാരമാക്കി ക്രിസ്ത്യ സഭയുടെ ചരിത്രം പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, വേദപുസ്തക പഠനത്തിൽ വളരെ അതിപ്രധാനമായ ഒരു പഠനമാണ് 7 സഭകൾക്ക് കർത്താവ് കൊടുത്ത ദൂത്. അത് പ്രവചനാത്മാവിൽ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയതാണ്. ഓരോ വാക്കുകളും വരികളും ഓരോ സഭയ്ക്ക് കൊടുത്ത ദൂതുകളും നമ്മൾ ചിന്തിക്കുന്നതിലുപരി ആഴമേറിയ അർത്ഥം ഉൾക്കൊണ്ടതാണ്. ഒരു പരിധിവരെ പഠിച്ച് നമുക്ക് പോകുവാൻ ദൈവം വളരെ കൃപ തരുന്ന ഓർത്ത് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ആരെങ്കിലും പുതുതായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് കണ്ടൻസ് ചെയ്തിട്ട് തുടർന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വന്നോളാം. ഈ സഭയുടെ ചരിത്രം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 2-3 അധ്യായം. നമ്മൾ ഓർത്തു, അപ്പോസ്തല പ്രവൃത്തികളിൽ സഭയുടെ ആദ്യത്തെ 30 വർഷത്തെ ചരിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീടുള്ള ചരിത്ര കാലഘട്ടം ഈ എഫെസോസ് സഭയ്ക്ക് കൊടുത്ത ദൂത് മുതൽ, അതായത് ലവോദിക്ക കാല വരെയുള്ള ദൂതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, എഫെസോസ് കാലയളവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് AD 100 വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. അതായത് അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞു, 2-3 തലമുറ ദൈവസഭയിൽ ഉടലെടുത്തു. അവര് നമ്മൾ കണ്ടതുപോലെ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ ആദ്യത്തെ 100 വർഷം, അതായത് AD അപ്പോസ്തലന്മാരുടെ കാലശേഷം ഏതാണ്ട് AD 100 വരെ സഭ ഉപദേശം നന്നായി പിടിച്ചുകൊള്ളുന്നുണ്ടായിരുന്നു. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് പൗലോസ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഞാൻ പോയ ശേഷം സഭയെ ആദരിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, ശിഷ്യന്മാരെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും, സൂക്ഷിച്ചുപോണം എന്ന് പറഞ്ഞു. ഈ എഫെസോസിലെ മൂപ്പന്മാർ അല്ലെങ്കിൽ സഭയുടെ ചുമതലപ്പെട്ടവർ വളരെ ശ്രദ്ധയോടെ സഭയെ കരുതി. അവർ കരുതിയതിന്റെ ഫലമായി അവിടെ കളവായി അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ചറിയുന്നുണ്ട്. അവര് നിക്കലോവ്യരുടെ നടപ്പ് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ അവർ പിടിച്ചുകൊള്ളുകയും അതിലൊട്ടും വിട്ടുവീഴ്ച വരുത്താതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സഭയായിരുന്നു ഈ ആദ്യത്തെ ദൂതിലൂടെ നമ്മൾ കണ്ടത്. അവരുടെ പ്രയത്നം പ്രവൃത്തിയൊക്കെ കർത്താവ് അറിയുന്നു. അവര് അധ്വാനിക്കുന്നുണ്ട്, തളർന്നു പോകാതെ യേശുക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നു. എന്നാൽ തളരുന്നത് വരെ തളരാതെ അധ്വാനിക്കുന്ന എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ആ സ്നേഹം മൂലം അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ കർത്താവ് അവരിൽ ഉള്ള കുറവ് ചൂണ്ടിക്കാണിക്കുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം എന്നുള്ളത് ബെസ്റ്റ് ലവ് എന്നാണ്. ആരംഭകാലത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം, ആദ്യം അവർക്കുണ്ടായിരുന്ന ഡിവോഷൻ, അതിൽ കുറവ് വന്നുപോയി. അത് മടങ്ങി വരണം, അല്ലെങ്കിൽ നിലവിളക്ക് മാറ്റും എന്നുള്ളത് കർത്താവ് ഓർപ്പിച്ചു. ആ കാലഘട്ടം കഴിയുന്നു. പിന്നീട് സഭയുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ഏതാണ്ട് AD 100 തൊട്ട് 312 വരെ ഏതാണ്ട് 200 വർഷം നീണ്ടു നിൽക്കുന്ന റോമൻ ചക്രവർത്തിമാരുടെ ഉപദ്രവം. പ്രാരംഭത്തിൽ തന്നെ ക്രിസ്ത്യസഭ ഉപദ്രവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടം, അതായത് 2ാമത് പറഞ്ഞ ദൂത് സ്മുർന്നയ്ക്ക് രേഖപ്പെടുത്തിയ കാലഘട്ടം, സ്മുർന്നയിലെ സഭയുടെ ദൂതിന് എഴുതുക, അത് 8, 9, 10, 11 4 വാക്യങ്ങളിലൂടെ 200 വർഷത്തിന്റെ ചരിത്രം രക്തചുരുക്കമായി പറയുകയാണ്. നമ്മൾ കണ്ടു, റോമൻ സാമ്രാജ്യത്തിന്റെ പോളിസിയാക്കി തീർത്തു ക്രിസ്ത്യസഭയെ ഉപദ്രവിക്കുക, അവരെ കൊന്നൊടുക്കുക. അതിനു മുമ്പ് ക്രിസ്ത്യസഭയ്ക്ക് ഉപദ്രവമുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലാണ് സഭയെ ഉപദ്രവിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പൽ പോളിസിയാക്കി മാറ്റി. മാറി മാറി ചക്രവർത്തിമാർ കൊന്നൊടുക്കി. ഏതാണ്ട് 10 റോമൻ ചക്രവർത്തിമാർ, അവരുടെ പേരുകൾ നമ്മൾ കണ്ടതുകൊണ്ട് ഇനി ഞാൻ ആ പേരൊന്നും എടുക്കുന്നില്ല. 10 ചക്രവർത്തിമാർ മാറി മാറി ദൈവസഭയെ കൊന്നൊടുക്കാനായിട്ട് ശ്രമിച്ചു. കർത്താവിനോട് പറയുന്നുണ്ട്, ഞാനും മരിച്ചവനായിരുന്നു, ജീവിക്കുന്നു, മരണം വരെ ഇന്ന് വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും.
എന്നാൽ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് പെർഗമോസ് സഭയ്ക്ക് എഴുതിയ ദൂതാണ്. അതായത് 2-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണ്. ഏതാനും വാക്യത്തിനുള്ളില് ഏതാണ്ട് 312 തൊട്ട് 590 വരെയുള്ള കാലഘട്ടമാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്നു. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് സ്മൃത കാലയളവിൽ നിന്ന് വിഭിന്നമായി തീർന്ന ഒരു സഭയുടെ ചരിത്രം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ആ സഭയോട് കർത്താവ് പറയുന്നുണ്ട്, പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചേറിയ ഇരുവായുത്തലുള്ള വാളുള്ളവൻ അരുളി ചെയ്തു. ഓരോ സഭയ്ക്കും കർത്താവ് തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് അവർക്ക് ആവശ്യമുള്ള എന്താണോ അതിനെ ആസ്പദമാക്കിയാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? നീ എവിടെ പാർക്കുന്നുവെന്ന് എനിക്കറിയാം. സഭയുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെട്ടു. സഭ സെറ്റിൽ ചെയ്യുന്നു. ആ കാലഘട്ടം ഏതാണ്? AD 312 തൊട്ടാണ്. നമ്മൾ കണ്ടു ഏതാണ്ട് AD 100 തൊട്ട് 312 വരെ സഭയെ കൊന്നൊടുക്കുകയായിരുന്നു റോമൻ സാമ്രാജ്യം. എന്നാൽ AD 312 വലിയൊരു മാറ്റമുണ്ടായി. റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന കുസ്തോന്തിനോസ് ചക്രവർത്തി കിങ് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറി. സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതമായി പ്രഖ്യാപിച്ചു. നോക്കുക, ജാതീയ ആചാരങ്ങളിൽ മുഴുകിയിരുന്നവർ, രാജാവ് ഈ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ സാമ്രാജ്യത്തിലുള്ളവർ ഒക്കെ ക്രിസ്ത്യാനികൾ എന്ന പേരിന് ആസ്പദമാക്കി മാറി. രാജാവിന്റെ ആ പദവി അനുസരിച്ച് ഇതുവരെ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്ഥാനങ്ങൾ കൊടുത്തു, അവരുടെ സ്വത്തുക്കൾ തിരിച്ചു കൊടുത്തു, അവർക്ക് രാജാവിന്റെ കൊട്ടാരത്തിലും അതുപോലെ ഗവൺമെന്റിന്റെ ജോലി സ്ഥലങ്ങളിലും ഒക്കെ അതുവരെ അവർക്ക് ലഭിക്കാതിരുന്ന ജോലികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ദരിദ്രരായി ഭിക്ഷയാചിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൊല്ലപ്പെട്ടിരുന്ന ക്രിസ്ത്യ സഭ നമ്മൾ കണ്ടു. കോൺസ്റ്റന്റൈന്റെ കാലശേഷം AD 312 തൊട്ടുള്ള കാലഘട്ടം നോക്കിയാൽ അവര് ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ നമ്മൾ ഓർക്കണം, ഒരു അൺഹോളി അലയൻസ്, ലോകവുമായിട്ട് സഭ ഇഴുകിച്ചേരുകയാണ്. ഒരുപാട് ദുരുപദേശങ്ങൾ. ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടെ ചക്രവർത്തിയുടെ സ്ഥാനത്തിനും പദവിക്കും അനുസരിച്ച് ക്രിസ്ത്യ സഭകളുടെ ആ കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുകയാണ്. നമ്മൾ കണ്ടു ക്രിസ്ത്യ സഭയുടെ ദുരുപദേശങ്ങൾ കടന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. നമ്മൾ അത് വളരെ ഗൗരവമായി ഓർക്കേണ്ടതാണ്. നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം ഞാൻ അതൊന്ന് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, നീ എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയാം. ഈ സഭ അവിടെ സെറ്റിൽ ചെയ്തു. അവരുടെ പരദേശി മോക്ഷയാത്രയുടെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു. അവരുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെട്ടു. അവർ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ ഓർത്തതുപോലെ ഒരുപാട് ദുരുപദേശങ്ങൾ കടന്നു വന്നു. എന്നാൽ ആ സഭയോട് പറയുമ്പോൾ 14-ാം വാക്യത്തിൽ നമ്മൾ അവിടെ ധ്യാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. നമുക്ക് തുടർന്ന് പഠിക്കാം. 14-ാം വാക്യത്തിൽ യേശുക്രിസ്തു 2 കാര്യങ്ങൾ അവർക്കെതിരെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു. എന്താണ് ഒന്നാമത് പറഞ്ഞത്? അവിടെ വായിക്കുന്നുണ്ട്, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. നമ്മൾ കണ്ടു, കർത്താവ് അവരെ അഭിനന്ദിക്കുന്നുണ്ട്. നമ്മൾ നിക്യ കൗൺസിലിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇവിടെയാണ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഉറപ്പിച്ച് ഈ ക്രിസ്തുവിനുള്ള ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ ക്രിസ്ത്യ സുനഹദോസ് ആണ് ഈ നിക്യ കൗൺസില് ഒക്കെ പാസ്സാക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണ്, പിതാവിനോട് തുല്യനാണ് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിക്യ കൗൺസിലിൽ സ്ഥാപിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, കർത്താവിന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, അവർ വിട്ടിട്ടില്ല. എന്നാൽ കർത്താവ് കുറവ് പറയുകയാണ്. 14-ാം വാക്യം, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഒന്നാമത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ആരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കൻ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. പഴയ നിയമ ഏടുകളിൽ സംഖ്യാപുസ്തകം 22 തൊട്ട് 25 വരെയും സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിലും ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. വളരെ ദൈർഘ്യമേറിയ ഒരു സംഭവമാണ്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലോട്ട് വരികയാണ്.
മോബ് സമഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ വന്നപ്പോഴത്തേക്കും അവിടുത്തെ രാജാവാണ് മോബ് രാജാവായ ബാലക്. അദ്ദേഹത്തിന് അറിയാം ഇതുവരെ അവര് ചുറ്റുമുള്ളവരെ കാളപുല്ല് തക്കിത്തിന്നുന്ന പോലെ നക്കിത്തിന്നു വരികയാണ്. ഈ മോബിനെയും അവർ കൊന്നൊടുക്കും, ഇവരെ ശപിക്കണം, ഇവരെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുള്ളത് ഈ ബാലാക്ക് എന്ന് പറയുന്ന മോബ് രാജാവ് തീരുമാനിച്ചിട്ട് അതിന് താൻ കണ്ട മാർഗം ഒരു പ്രവാചകനെ കൊണ്ട് ഇവരെ ശപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ ശാപം വരണം. അങ്ങനെ ശപിക്കുവാൻ കൂലിക്കെടുത്ത ഒരു പ്രവാചകനാണ് ബാലാം അല്ലെങ്കിൽ ബലയാം എന്ന് പറയുന്ന പ്രവാചകൻ. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാം. നമ്മൾ ആലോചിക്കണം, അവരെ ശപിക്കുവാൻ അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ, ദൈവം എന്റെ വായിൽ തരുന്നതേ ഞാൻ പറയുകയുള്ളൂ. ശിലാഗിരികളിൽ നിന്ന്, മലകളുടെ മുകളിൽ നിന്ന് ഈ ജനത്തെ കാണുന്നു. മോബ് സമഭൂമിയിൽ പാളയമടിച്ച് കിടക്കുകയാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. ഇസ്രായേലിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! അവരെ കുറിച്ചുള്ള സുഭാഷിതങ്ങളാണ് ബലയാം ചൊല്ലുന്നത്. അവസാനം നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കുന്നു. യൂദയുടെ പുസ്തകം 11-ാം വാക്യത്തിലെ കൂലി കൊതിച്ച ബലയാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ട എന്ന് രേഖപ്പെടുത്തുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, എത്ര ശപിക്കാൻ ശ്രമിച്ചിട്ടും ശപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ഈ ബലയാം പ്രവാചകന് ധാരാളം പണം കൊടുത്തു. അതാണ് യൂദ രേഖപ്പെടുത്തിയത്. യൂദയുടെ ലേഖനം 11-ാം വാക്യം അവിടെ വായിക്കുന്നു, കൂലി കൊതിച്ച ബലയാമിനെ പോലെ എന്ന് പറഞ്ഞാൽ ഈ പണങ്ങൾ കൊടുത്തു തന്നെ തൃപ്തിപ്പെടുത്തിയപ്പോൾ താനൊരു തന്ത്രം പ്രയോഗിക്കുവാൻ പറഞ്ഞു. ആ തന്ത്രം ഒരു രഹസ്യ കാര്യമാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിലുണ്ട്. ശിത്തീം താഴ്വരയിൽ ഇസ്രായേൽ മക്കൾ പാളയമടിച്ച് കിടക്കുന്നു. മോബിയ സ്ത്രീകൾ അവരുടെ അടുക്കൽ ചെല്ലുന്നു. അവരുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ഈ പുരുഷന്മാരെ ക്ഷണിക്കുന്നു. അവരുമായിട്ട് അവിഹിത ബന്ധമുണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ മോബിയ സ്ത്രീകൾ അവരോട് പരസംഗം ചെയ്യുകയും അവരെ ബിംബാരാധികളാക്കി ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരികയും ചെയ്തു. ദൈവ കോപം അവരുടെ നേരെ ജ്വലിച്ചു. 24,000 പേര് ഒരു ദിവസം കൊണ്ട് മരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവര് തനിച്ചു പാർത്തപ്പോൾ, വേർപെട്ട് ജീവിച്ചപ്പോൾ അവരെ കൊല്ലുവാൻ ഒന്നും സാധിച്ചില്ല. അവര് വിജയത്തിന്റെ കൊടി പാറിച്ചു വരികയാണ്. സ്മുർന കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം മാറി മാറി കൊന്നൊടുക്കിയിട്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ ധനവാനാണ്. സ്വർഗത്തിൽ ധനികരായി തീർന്ന ഒരു കൂട്ടം വിശ്വാസികൾ ആ വിധത്തിൽ ദാരിദ്ര്യത്തിന്റെ നെറുകയിൽ അവര് ആത്മീക ധനികന്മാരായിരിക്കുകയാണ്. എന്നാൽ അവരുടെ മുമ്പിൽ ഇടർച്ച വെച്ചു. ആരിടർച്ച വെച്ചു? ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാം. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടു, അവരെ ബിംബാരാധികളാക്കി മാറ്റുവാൻ, ദുർനടപ്പ് ആചരിപ്പാൻ, തെറ്റായ വഴികളിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ കുസ്തോന്തിനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. അങ്ങനെ സഭയുടെ ആ പിൽഗ്രിം ക്യാരക്ടറും ശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവകോപം അവരുടെ മേൽ വരികയും നമ്മൾ കണ്ടു. ബലയാമിന്റെ ആ വഞ്ചനയിൽ അകപ്പെട്ട് 24,000 പേര് മരിച്ചു പോയതുപോലെ ദൈവസഭയുടെ നൈർമല്യത നഷ്ടപ്പെട്ട്, വേർപാട് നഷ്ടപ്പെട്ട ഒരു ചരിത്രമാണ് നമ്മൾ ഈ കുസ്തോന്തിനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പെർഗമോസ് കാലയളവിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചത് കൊണ്ട് അവിടെ വിടുകയാണ്. എന്നാൽ അടുത്ത് നമ്മൾ നോക്കാട്ടെ. അതോട് ചേർത്ത് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് കർത്താവ് പറഞ്ഞത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് കർത്താവ് എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമായ പഠനത്തിന് വിധേയപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്താണ് കർത്താവ് പിന്നീട് എടുത്തു പറഞ്ഞത്? അതിന്റെ 15-ാം വാക്യം നോക്കാട്ടെ. നമ്മളത് ശ്രദ്ധിച്ചില്ല. അവണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. അക്വണ്ണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അതായത് എഫെസോ സഭയ്ക്ക് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടു, അതിന്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ സഭയെ കർത്താവ് അഭിനന്ദിക്കുന്നത് എങ്ങനെയാണ്? 6-ാം വാക്യം നോക്കാട്ടെ. എങ്കിലും നിക്കലോവരുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. എഫെസോസ് കാലയളവിൽ, അതായത് സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ മരണശേഷം 2-3 തലമുറകൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യ സ്നേഹം വിട്ടുവന്നൊരു കുറവ് അവർക്കുണ്ടെങ്കിലും നമ്മളിവിടെ കണ്ട ഒരു കാര്യം എന്താണ്?
അവരെ കുറിച്ച് കർത്താവ് അഭിനന്ദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്കൊരു നന്മയുണ്ട്. എന്താണത്? നീ നിക്കലോവ്യരുടെ നടപ്പ് പായിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അത് ഞാനും പായിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, അത് ഞാനും പായിക്കുന്നു. എന്താണ് കർത്താവ് ഇവിടെ പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പഠിച്ചു കണ്ടു. കർത്താവ് നിക്കലോവ്യരെ അല്ല പകച്ചത്, നിക്കലോവ്യരുടെ നടപ്പിനെയാണ് പകച്ചത്. എ സിസ്റ്റം, എ വേ. നടപ്പ് കാണിക്കുന്നത് ഒരു മാർഗമാണ്, ഒരു വിധമാണ്. എന്താണ് ആ വിധം? അവിടെ നമ്മൾ കണ്ടു, അവിടെ സഭയില് നിങ്ങളെല്ലാവരും സഹോദരന്മാരെന്ന് കർത്താവ് പഠിപ്പിച്ചു. നമ്മൾ കണ്ടു മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ, ആരെയും പിതാവെന്ന് വിളിക്കരുത്, ആരെയും ഗുരുവെന്ന് വിളിക്കരുത്. നിങ്ങൾ എല്ലാവരും ആരാണ്? സഹോദരന്മാരാണ്. നിങ്ങൾ സഹോദരന്മാരാണ്. അങ്ങനെ സാഹോദര്യ ബന്ധത്തിൽ കഴിഞ്ഞ അവനവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ മടി കാണിച്ചില്ല. എബ്രായലേഖനത്തിൽ നമ്മൾ കാണുകയുണ്ടായി. നോക്കുക, യോഹന്നാനെ രേഖപ്പെടുത്തി 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചതാണ്. വലിയ അപ്പോസ്തലനാണ് യോഹന്നാൻ. യോഹന്നാനും പറയുന്നത് എന്താ? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ. യോഹന്നാൻ അപ്പോസ്തലൻ, യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ. ആ ശിഷ്യൻ ഈ ദൈവസഭയുള്ള ബന്ധത്തിൽ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് 23:8-9 വാക്യത്തിലൊക്കെ, നിങ്ങൾ ആരെയും നിങ്ങളെ ഗുരുവെന്ന് വിളിക്കരുത്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. ആ സാഹോദര്യ ബന്ധത്തെ, അതിനെ തച്ചുടയ്ക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉടലെടുക്കുകയാണ്. എന്താണ് അവിടെ ഉടലെടുത്തത്? നിക്കലോവ്യരുടെ നടപ്പ്. നിക്കലോവ്യരുടെ നടപ്പ് ഇത് വളരെ അധികം പഠനത്തിന് വിധേയപ്പെട്ട ഒരു വിഷയമാണ്. നോക്കുക, നടപ്പിനെയാണ്. എഫെസോസ് എൽഡേഴ്സിനോട് പറഞ്ഞു, എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പൗലോസ് പറഞ്ഞു, ശിഷ്യന്മാരെ പിന്നാലെ വലിച്ചുകൊണ്ടുപോകുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. അപ്പോസ്തലപ്രവൃത്തി 20:30. അപ്പോൾ ശിഷ്യഗണങ്ങളെ പിന്നാലെ കൊണ്ടുപോകുന്ന വേറെ ഒരു കൂട്ടം ആരാണ് ഈ നിക്കലോവ്യര്? നമ്മൾ കണ്ടു, 2 വാക്കിൽ നിന്നാണ്, 2 ഗ്രീക്ക് വാക്കിൽ നിന്നാണ് നിക്കലോഷ്യൻസ് എന്ന വാക്ക് വന്നത്. നിക്കാൻ എന്നുള്ള വാക്ക് ടു കോൺകർ എന്നാണ്. ലാവോസ്, പീപ്പിൾ ഓർ ലീറ്റി, സാധാരണക്കാരെ പിടിച്ചടക്കുക. ഇവിടെ വാസ്തവത്തിൽ ഒരു പൗരോഹിത്യത്തിന്റെ ആരംഭം ഇവിടെ ഉടലെടുക്കുകയാണ്. എന്നാൽ ആ പൗരോഹിത്യത്തിന്റെ ആരംഭം ദൈവസഭയുടെ മുകളിൽ അവരെ ഭരിക്കുവാൻ ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചപ്പോൾ എഫെസോസ് സഭ അതിനെ എതിർത്തു. എന്നാൽ ഇവിടെ എന്തോ നമ്മൾ കാണുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് എതിർത്തു. കർത്താവ് പറഞ്ഞു, ആ നടപ്പിനെ അവർ എതിർത്തു. എഫെസോസ് സഭയെ അഭിനന്ദിച്ചു, അത് ഞാനും എതിർക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എത്ര അഭികാമ്യമാണ്, എത്ര അഭിനന്ദനാർഹമാണ്! കർത്താവ് പകയ്ക്കുന്നതിനെ അവർ പകച്ചു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. കുസ്തന്തിനോസ് ക്രിസ്ത്യാനിയായി മാറി, റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി മാറി. ഒരുപാട് ദുരുപദേശങ്ങൾ കടന്നു വന്നു. അവിടെ കടന്നു വന്നപ്പോൾ 16-ാം വാക്യം നോക്കിയാട്ടെ. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. എന്റെ സഹോദരന്മാരെ, കർത്താവ് പകച്ച നിക്കലോവ്യരുടെ നടപ്പ്, എഫെസോസ് സഭ പകച്ച നിക്കലോവ്യരുടെ നടപ്പ് കർത്താവ് എടുത്തു പറഞ്ഞു, അതിനെ ഞാനും പകയ്ക്കുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. AD 312 കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യ സഭയിൽ അതൊരു ഉപദേശമായിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്ത്യ സഭയിൽ ഒരു ഉപദേശമായിട്ട് മാറി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ഹേറിയാർക്കൽ ക്ലെറിക്കൽ സ്ട്രക്ചർ ഇവിടെ ഉടലെടുക്കുന്നു. ഞാൻ അവിടെ അല്പം വിശദമായി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദ എമർജൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ഹേറിയാർക്കൽ ക്ലെറിക്കൽ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ സംബന്ധമായി ഒരു സ്ട്രക്ചർ ഉടലെടുക്കുന്നത് ഈ കുസ്തന്തിനോസിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ പറയട്ടെ, ബിഷപ്പ് എന്നുള്ള തലക്കെട്ടിൽ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു. അവരുടെ മുകളിൽ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ചീഫ് ബിഷപ്സ്, പ്രധാനപ്പെട്ട ബിഷപ്പുമാര്. അതിന്റെ മുകളിൽ മെട്രോപൊളിറ്റൻ ബിഷപ്പ്, അതിന്റെ മുകളിൽ യൂണിവേഴ്സൽ ബിഷപ്പ്. പല ഘട്ടങ്ങളായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബിഷപ്പ് എന്നുള്ള തലക്കെട്ടിൽ ഒരു കൂട്ടര്, അവരുടെ മുകളില് ആർച്ച് ബിഷപ്പ്, അവരുടെ മുകളില് മെട്രോപൊളിറ്റൻ ബിഷപ്പ്, അവരുടെ മുകളിൽ യൂണിവേഴ്സൽ ബിഷപ്പ്. ആ യൂണിവേഴ്സൽ ബിഷപ്പാണ് പിന്നീട് പോപ്പായി മാറുന്നത്. ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ
ഈ സാമാന്യ ജനത്തെ, അതായത് ദൈവസഭയിൽ സാഹോദര്യ ബന്ധത്തിൽ കഴിയുന്ന സഭ, അപ്പോസ്തലനായ യോഹന്നാൻ പോലും പറയുന്നു നിങ്ങളുടെ സഹോദരനും എന്ന് ഉപയോഗിക്കുന്നു. ആ സഹോദര്യ ബന്ധം നഷ്ടപ്പെട്ടിട്ട് ഒരു ഹേറിയാർക്കൽ, അതായത് അത് മുന്നോട്ട് ഇങ്ങനെ ഒരു 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 പൗരോഹിത്യ സംഹിത ഉടലെടുക്കുന്ന ഒരു കാലഘട്ടം വന്നു. ഇത് ഉപദേശമായി മാറുകയാണ്. ഗ്രിഗറി എന്ന് പറയുന്ന ഭരണകർത്താവ്, ഗ്രിഗറി ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്ട് AD 590 ആ കാലഘട്ടത്തിലാണ് പാപ്പ എന്ന് പറയുന്ന പോപ്പിന്റെ ഉത്ഭവം. ബോണിഫൈസ് എന്ന് പറയുന്ന ബിഷപ്പ്, അതായത് റോമിന്റെ ബിഷപ്പിനെ ആദ്യമായി യൂണിവേഴ്സൽ ബിഷപ്പ്, സർവലോക കാത്തലിക് ബിഷപ്പ് എന്നുള്ള തലക്കെട്ട് കൊടുത്തു. ആ തലക്കെട്ടിലാണ് ഇന്ന് അറിയപ്പെടുന്ന പോപ്പ് ഉടലെടുത്തത്. അദ്ദേഹമാണ് സഭയുടെ ഏറ്റവും ഔന്നത്യം. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇവിടെ വെച്ച് പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടായിട്ടില്ല. അന്ന് ലോകത്തിൽ ഒരു സഭയുള്ളൂ. ആ സഭയുടെ പേര് യൂണിവേഴ്സൽ ചർച്ച്. റോമൻ സാമ്രാജ്യത്തിന്റെ മതം, റോമൻ സാമ്രാജ്യത്തിന്റെ ക്രിസ്തുമതം. ആ സാമ്രാജ്യത്തിൽ ഒരു പോപ്പ്, അതായത് തലവൻ, യൂണിവേഴ്സൽ ബിഷപ്പ്, അദ്ദേഹം ഏതാണ്ട് BC 606 കാത്തലിക് ബിഷപ്പ്, ഉന്നതനായ ആ സ്ഥാനം, അതായത് ബോണിഫേസ് എന്ന് പറയുന്ന റോമിലെ ബിഷപ്പിന് ആ സ്ഥാനം ലഭിക്കുകയുണ്ടായി. എന്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഇതൊരു ഉപദേശമായി മാറുകയാണ് ക്രിസ്ത്യ സഭയില്. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ നിന്ന് പല സിസ്റ്റം ഉടലെടുത്തു. ആ സിസ്റ്റമാണ്, ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ, പക്ഷേ ദൈവിക വചനത്തിന്റെ സത്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നമ്മൾ ഓർക്കണം, മറ്റ് പല വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ പോലും പാസ്റ്റൽ സിസ്റ്റം ഉടലെടുത്തത് ഏതാണ്ട് ഇതുപോലെയാണ്. പാസ്റ്റേഴ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റർ, പിന്നെ സ്റ്റേറ്റ് ഓവർസിയർ, അതിന്റെ മുകളില് വലിയൊരു പാസ്റ്റർ. ഇങ്ങനെ ഈ പൗരോഹിത്യത്തിലുണ്ടായ സിസ്റ്റം പോലെ തന്നെ പാസ്റ്റൽ സിസ്റ്റം ഉടലെടുത്തു. ഏത് വചനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? അപ്പോസ്തലനായ യോഹന്നാൻ, യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ പോലും നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞ് വിളിച്ച്, ഇവര് സാഹോദര്യ ബന്ധത്തിൽ കഴിഞ്ഞവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. അവരുടെ മധ്യത്തിൽ ഒരു സിസ്റ്റം ഉടലെടുത്തു, പൗരോഹിത്യ സിസ്റ്റം. അതേ സിസ്റ്റം രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്നവരുടെ മധ്യത്തിലും ഒരു പാസ്റ്റൽ സിസ്റ്റം ഉടലെടുത്തു. ഇത് കർത്താവ് പറഞ്ഞ വാക്കിനുള്ള ബന്ധത്തിൽ നോക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ കരങ്ങളിൽ കൂടുതൽ ശക്തി പകരുകയായിരുന്നു റോമൻ സാമ്രാജ്യവും ക്രിസ്തു മതവും. എങ്ങനെ കൊടുത്തു? അന്ത്യകൂദാശ കൊടുക്കുവാൻ AD 526 അന്ത്യകൂദാശ എന്ന് പറയുന്ന എക്സ്ട്രീം അങ്ഷൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, മരണസമയം കൊടുക്കുവാൻ ഈ പുരോഹിതന്മാർക്ക് അവകാശം കൊടുക്കുന്നത് AD 526. 2, പർഗേറ്ററി, അതായത് ബർസ്പുഖാന എന്ന് പറയുന്ന ഉപദേശം. മരിച്ചുപോയാലും ബർസ്പുഖാന, പർഗേറ്ററിയിൽ ചെന്ന് ശുദ്ധീകരണം നടത്തുന്നത്. ഈ പൗരോഹിത്യ ശുശ്രൂഷ മൂലം അവർക്ക് ശുദ്ധീകരണം കൊടുക്കുന്നു. AD 593 വന്ന ഉപദേശമാണ്. ക്രിസ്ത്യസഭയുടെ ആരംഭം തൊട്ട് ഇതില്ല. ക്രിസ്ത്യസഭയുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെട്ടു. ക്രിസ്ത്യസഭയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടായി, ഭരിക്കുന്ന സിസ്റ്റം ഉണ്ടായി. അവരുടെ ശക്തി പകരുന്ന, നോക്കുക, അന്ത്യകൂദാശ കൊടുക്കുകയും അതുപോലെ ബർസ്പുഖാന ഉപദേശങ്ങളും മറ്റും കൊണ്ടുവന്ന് പുരോഹിതന്മാരുടെ കരങ്ങളിൽ ശക്തിയേറിയ വലിയ അധികാരങ്ങൾ കൈമാറ്റപ്പെടുകയാണ്. ഇവർക്ക് ജനങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടായിരുന്നു. ബാനിഷ്മെന്റ്, രാജ്യത്തും തന്നെ പുറത്താക്കുക, അവരെ കൊല്ലുവാൻ വരെ അധികാരമുണ്ടായിരുന്നു. ഞാനത് കുറച്ചു കാര്യങ്ങൾ പുറകെ പറയാം. എത്രയോ വിശ്വാസികളെ കൊന്നൊടുക്കി ഈ റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്തുമതം. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദൂതിൽ ശ്രദ്ധിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ചോര കൊണ്ട് കുതിർന്നു ക്രിസ്ത്യ സഭയുടെ ചരിത്രം. നോക്കുക, ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഇപ്പോൾ ആരാ പെർസിക്യൂട്ട് ചെയ്യുന്നത്? ആരാണ് ഉപദ്രവിക്കുന്നത്? ഒരിക്കൽ ഉപദ്രവം അനുഭവിച്ച
മരിച്ച ക്രിസ്ത്യ സഭ തന്നെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ തുടങ്ങി. The persecutors had become the persecutors. Persecuted, അതായത് പീഡ അനുഭവിച്ചവർ തന്നെ പീഡിപ്പിക്കുന്നവരായി മാറി. പീഡ അനുഭവിച്ചവർ പീഡിപ്പിക്കുന്നവരായി മാറി. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ കാലഘട്ടത്തിലാണ് ഒരു പുതിയ ഉപദേശം കടന്നു വന്നു. എന്താണ് ഉപദേശം? അതായത് ഇവിടെ കടന്നു വന്നു ചിലരെ വിശുദ്ധന്മാരായിട്ടൊക്കെ പ്രഖ്യാപിക്കുക, ഹോളി സെയിന്റ്സ്. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. കൊരിന്ത്യ സഭ എന്തെല്ലാം കുറവുള്ള സഭയായിരുന്നു കൊരിന്ത്യ സഭ. ആ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചോട്ടെ. ഞങ്ങളെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് സൗരന്മാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് അനേകരുടെ കരങ്ങളിൽ ചെല്ലും. ഇന്ന് ഓരോരുത്തരെയും വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുമ്പോൾ എന്റെ സൗരന്മാരെ, ഇത് ക്രിസ്ത്യ സഭയിൽ കൊണ്ടുവന്ന ഒരു ദുരുപദേശത്തിന്റെ ഫലമായി ചിലരെ വിശുദ്ധന്മാരായി, സെയിൻസായി, ഹോളിമെന്നായി പ്രഖ്യാപിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം എടുത്താട്ടെ, അതിന്റെ 1-2 വാക്യം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സ്തോഫനോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക്, അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏവരോടും കൂടി വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. ആ വാക്യം കണ്ടോ? കൊരിന്ത്യ സഭയിലെ വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ അവരെ വിളിച്ചതെന്താണ്? ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. എന്നിട്ട് അടുത്ത് പറഞ്ഞു, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ. വേറെ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 1:1 നോക്കാട്ടെ. 2 കൊരിന്ത്യർ 1:1. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊരിന്ത്യയിലെ ദൈവസഭയ്ക്കും ആഖായിൽ എല്ലായിടത്തും സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാർ, യേശുക്രിസ്തു വിശുദ്ധീകരിക്കപ്പെട്ടവർ. ആരാണ് ദൈവസഭ? വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. കുറച്ചുപേരെ മാത്രം വിശുദ്ധീകരിക്കുകയല്ല. നമ്മളെ വിളിച്ച പേര് കണ്ടോ? എബ്രായലേഖനം 3:1. എബ്രായലേഖനം 3:1. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നമുക്ക് നൽകപ്പെട്ട പേര്, സ്ഥാനം യേശുക്രിസ്തുവിൽ വിശുദ്ധന്മാരെന്നാണ്. അല്ലാതെ കുറച്ചുപേരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു ദുരുപദേശം ക്രിസ്ത്യസഭയിൽ ഉടലെടുക്കുന്നത് ഈ കുസ്തുന്തിനോസിന്റെ കാലഘട്ടം അതിനുള്ള ബന്ധത്തിൽ തുടർന്നു വന്ന ദുരുപദേശങ്ങളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ ഞാൻ വിടാനായിട്ട് ശ്രമിക്കാം. ഇവിടെ അതിന്റെ 16-ാം വാക്യത്തിൽ നോക്കുമ്പോൾ, ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. നമുക്കറിയാം വാളെന്ന് പറയുന്നത് ദൈവവചനമാണ്. എന്നാൽ അവിടെ കർത്താവ് എന്തിനാണ് അത് പറഞ്ഞത്? ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാക്കുകൊണ്ട് അവരോട് പോരാടും. എന്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഏതാണ്ട് AD 300 വരെ സഭ വിശ്വസിച്ചു അവൻ ഏത് സമയവും വരും. അവരതിനാണ് കഷ്ടം അനുഭവിച്ചത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഇമ്മിനൻസ് ഓഫ് ലോർഡ്സ് കമ്മിങ്. യേശുക്രിസ്തുവിന്റെ വേഗത്തിലുള്ള വരവ്. അപ്പോസ്തലന്മാർ ഉൾപ്പെടെ AD 300 വരെ, ഏതാണ്ട് 300 വർഷം സഭ കാത്തിരിക്കുകയാണ് അവന് വേണ്ടി. ആ കാത്തിരുന്നതിന്റെ ഫലമായി ആ സഭ എത്രയോ വിശുദ്ധന്മാരായി, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി കർത്താവിനെ കാത്തിരിക്കുന്നവരായി മാറി. എന്നാൽ അവരുടെ കാത്തിരിപ്പൊക്കെ നഷ്ടപ്പെട്ടു. യേശുക്രിസ്തുവിന് വേണ്ടി നോക്കിയിരിക്കുന്നത് നഷ്ടപ്പെട്ടു. അവരുടെ പിൽഗ്രിം ക്യാരക്ടർ നഷ്ടപ്പെട്ടു. നീ എവിടെ പാർക്കുന്നെന്ന് എനിക്കറിയാം. കർത്താവിന്റെ 2-ാം വരവിനെ നോക്കി പാർക്കുന്നത് നഷ്ടമായി തീർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവരോട് കർത്താവ് പറയുന്ന വാക്കാണ്, ഞാൻ വേഗത്തിൽ വന്ന്, ഐ വിൽ കം ക്വിക്ക്ലി. അവരെ ഓർപ്പിക്കുകയാണ്, ഞാൻ വേഗത്തിൽ വരും. ഈ കാലഘട്ടത്തിൽ ഇതോട് ചേർന്ന് എഴുതിയൊരു ബുക്കാണ് എൻ്റെ കയ്യിലുണ്ട്. ആ ബുക്ക്, ആ ബുക്കിന്റെ പേരാണ് സിറ്റി ഓഫ് ഗോഡ്. സെയിന്റ് അഗസ്റ്റിൻ എഴുതിയ ബുക്കാണ്. വലിയൊരു ബുക്കാണ്. എൻ്റെ കയ്യിലുണ്ട് ആ ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്. ആ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്കില് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ കുസ്തുന്തിനോസ് ചക്രവർത്തിയുടെ കാലശേഷം ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി സുവിശേഷം ഇനി
1000 ആണ്ട് വാഴ്ച വരികയാണ്. ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ദുരുപദേശങ്ങൾ കടന്നു വന്നു. ഇതിന്റെ ഫലമാണ് ആന്റി സെമിറ്റിസിസം, യഹൂദന്മാരുള്ള വൈരാഗ്യം. പുതിയ ഉപദേശം വന്നത് എന്താണ്? നമുക്കറിയാം, പുതിയതായിട്ട് വന്ന ഉപദേശം റീപ്ലേസ്മെന്റ് തിയോളജി. യഹൂദന് കൊടുത്ത അനുഗ്രഹങ്ങൾ ആത്മീയ യഹൂദനായി സഭയിലാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എന്തെല്ലാം ദുരുപദേശമുണ്ടോ അതെല്ലാം ഇവിടെ കടന്നു വരാനിടയായി മാറി. ഈ നമ്മൾ വായിച്ച പെർഗമോസ് കാലയളവ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ ഒരു പഠനത്തിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. ദൈവം എന്നെ അനുവദിക്കുന്നിടത്തോളം സമയം ഞാൻ എടുത്ത് ആ ഭാഗം പഠിപ്പിക്കാം. അടുത്ത സഭയുടെ ദൂത്, ത്വയഥൈര സഭയുടെ ദൂത്, അതിന്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കുക, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യം 29 വരെയുള്ള വാക്യം അടുത്ത സഭയുടെ ദൂതാണ്. ത്വയഥൈരയുടെ സഭയുടെ ദൂതന് എഴുതുക. ഈ ത്വയഥൈര ഏറ്റവും ദൈർഘ്യമേറിയ ദൂത് കൊടുത്തത് ഈ സഭയ്ക്കാണ്. ത്വയഥൈര എന്ന് പറയുന്നത് വലിയൊരു കൊമേഴ്ഷ്യൽ ടൗൺ ആണ്, ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ്. തുണികള് നിറം പരത്തുന്ന ഡൈയിങ് ഇൻഡസ്ട്രി അവിടെയുണ്ട്, ലെതറിന്റെ ഇൻഡസ്ട്രി ഉണ്ട്, വുഡൻ ഇൻഡസ്ട്രി ഉണ്ട്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാനത് പറയാം. പൗലോസ് പുഴവക്കിൽ വെച്ച് ഫിലിപ്പിയ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയയിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ വെച്ച് ത്വയഥൈരക്കാരത്തിയായ രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന ഒരു പേരുള്ള സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറക്കുന്നു. ആ സ്ത്രീ എവിടുത്തുകാരത്തിയാണ്? ത്വയഥൈരക്കാരത്തിയാണ്. എന്താണ് അവളുടെ ബിസിനസ്? രക്താംബരം വിൽക്കുന്നവളാണ്. എവിടെ വെച്ചാണ്? നമ്മൾ കണ്ടു, ഫിലദൽഫിയയിലെ പുഴവക്കൽ വെച്ച് പരിശുദ്ധാത്മാവുടെ ഹൃദയം തുറക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ കണ്ടു, അവള് ത്വയഥൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമാണ്. നമ്മൾ ഓർക്കണം, പൗലോസിന്റെ പ്രസംഗം കേട്ട് അവൾ രക്ഷിക്കപ്പെടുന്നു. അവള് വ്യാപാരം നടത്തിയത് തുണിയാണ്, രക്താംബരം. ഈ പട്ടണം ഡൈയിങ് ഇൻഡസ്ട്രി, അതായത് ചായം കലർത്തുന്ന, അതായത് തുണിക്ക് നിറങ്ങൾ കൊടുക്കുന്ന ഡൈ കലർത്തുന്ന ഇൻഡസ്ട്രീസിന് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ലുദിയ എന്ന് പറയുന്ന പെൺകുട്ടി രക്താംബരം എന്ന് പറയുന്ന വസ്ത്രം ആ ഫിലിപ്പിയയിൽ കൊണ്ടുവച്ച് വിറ്റുകൊണ്ടിരുന്നത്. അവൾ വിറ്റുകൊണ്ടിരുന്നത് അതാണ്. ലെതറ്, അതുപോലെ ലിനന്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വിൽപ്പന നടത്തുന്ന വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു ത്വയഥൈര. അവിടെ സഭ എങ്ങനെയുണ്ടായി? ഒരു കൂട്ടം ആളുകൾ പറയുന്നു, ഈ രക്താംബരം വിറ്റിരുന്ന ലുദിയ എന്ന് പറയുന്ന പെൺകുട്ടി അവള് മടങ്ങി അവളുടെ രാജ്യത്ത് പോയ ശേഷം ത്വയഥൈര അവിടെയുള്ള സ്ഥലത്ത് സാക്ഷി പറഞ്ഞ് അവിടെ ഒരു സ്ഥലസഭ ഉണ്ടാകുവാൻ ഇടയായി മാറിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ വേറൊരു സത്യം നമ്മൾ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 19:10 പൗലോസ് എഫെസോസിൽ പാർക്കുന്ന സമയം ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ചുറ്റി നടന്ന് സുവിശേഷ ഘോഷണം. ആ സന്ദർഭത്തിൽ ത്വയഥൈര എന്ന് പറയുന്ന സ്ഥലത്തും ഒരു സഭയുണ്ടായി കാണും എന്ന് കരുതുവാൻ ന്യായമുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കാലഘട്ടം ഒരു വേറെ കാലഘട്ടമാണ്. നമ്മൾ കണ്ടു, കുസ്തന്തിനോസ് ചക്രവർത്തി AD 312 ക്രിസ്ത്യ മതം സ്വീകരിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി മാറിയ ശേഷം നമ്മൾ ഓർക്കണം, വേറെ ഒരു കാലഘട്ടം സഭയ്ക്കുണ്ടാകുന്നത് AD 590 തൊട്ട്. എല്ലാ ദുരുപദേശങ്ങളും വന്നു കഴിഞ്ഞു. AD 590 തൊട്ട് ഏതാണ്ട് AD 1517 വരെ, 1517 നവോത്ഥാനം ഉണ്ടാകുന്നത്. മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ നവോത്ഥാനം സംഭവിക്കുന്നത് 1517. ആ 1917 വരെ ദീർഘമായ ഒരു കാലഘട്ടം, 590 തൊട്ട് 1517 വരെ. ആ കാലഘട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്ന ദൂതാണ് ത്വയഥൈര കാലയളവെന്ന് പറയുന്ന ആ കാലഘട്ടം. ഈ കാലഘട്ടത്തിന് ചരിത്രത്തിലൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് ക്രിസ്ത്യ സഭയുടെ ചരിത്രത്തിലും ഒരു പേരുണ്ട്. ആ പേരെന്താന്ന് ചോദിച്ചാൽ ഡാർക്ക്
ഡാർക്ക് ഏജ് അല്ലെങ്കിൽ അന്ധകാര യുഗം. അന്ധകാര യുഗം, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലഘട്ടമാണ് ദ്വൈതര സഭയുടെ ദൂതിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓർക്കണം, കുസ്തുനിയോസ് ക്രിസ്ത്യാനിയായി മാറി, ക്രിസ്ത്യൻ റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി. എന്തെല്ലാം ദുരുപദേശങ്ങൾ കടന്നു വരാമോ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം തൊട്ട് കഴിഞ്ഞ ക്ലാസ് തൊട്ട് പഠിക്കുകയാണ്. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് യേശുക്രിസ്തുവിന്റെ ജന്മനാളാക്കി മാറ്റി. ആകാശരാജ്ഞിയുടെ പുത്രന്റെ ജന്മനാൾ ആഘോഷിച്ച ഡിസംബർ 25, ആ 25 കുസ്തുനിയോസ് ചക്രവർത്തി യേശുക്രിസ്തുവിന്റെ ജന്മനാളായി പ്രഖ്യാപിച്ചു. നമ്മൾ കണ്ടു ആ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിന്റെ ഒരു ഹേറിയാർക്കൽ സിസ്റ്റം ഉടലെടുത്തു, പോപ്പിന്റെ സിസ്റ്റം ഉടലെടുത്തു, അന്ത്യകൂദാശയുടെ സിസ്റ്റം ഉടലെടുത്തു. എന്തിനു പറയുന്നു? സഭയിൽ നിന്ന് ആളുകളെ പുറത്താക്കുവാൻ, വളരെ ശക്തമേറിയ ആളുകളെ കൊല്ലുവാനൊക്കെ അധികാരം സഭയ്ക്ക് ലഭിക്കുന്നു. പർഗട്ടറി, അതായത് ബർസ്പുഖാന എന്ന് പറയുന്ന ആ മരണശേഷം അവരെ സ്വർഗത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ഇവിടെ നടത്തുന്നു എന്നുള്ള ആ ദുരുപദേശങ്ങളൊക്കെ സഭയ്ക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടു. ആ നേരത്തെ പഠിച്ച പെർഗമോസ് കാലയളവിലാണ്. അവിടെ പരിഹരിക്കപ്പെടാഞ്ഞ എല്ലാ ദുരുപദേശങ്ങളും കൂടെ സഭയ്ക്കുള്ളിൽ വന്നിട്ട് സഭയ്ക്ക് ദൈവവചനം ഇല്ലാതെയായി. നമ്മൾ ഓർക്കണം, AD 1129. നിങ്ങൾ ആ ഡേറ്റ് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. AD 1129 സഭ ബൈബിള് വായിക്കുന്നത്, സാധാരണക്കാരന് വായിക്കുന്നത് നിഷിദ്ധമാക്കി മാറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കി. ബൈബിൾ വാസ് ഫോർബിഡൻ ഫോർ ലേമാൻ ബൈ ദ ചർച്ച്. സഭ, അതായത് ഈ വിധത്തിൽ വളരെ ദുരുപദേശത്തിലേക്ക് പോയ സഭ സാധാരണ ജനത്തിന് ബൈബിള് വായിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അവര് കൽപ്പന പുറപ്പെടുവിച്ചു. പിന്നെ ആരാ ബൈബിൾ വായിക്കേണ്ടേ? പുരോഹിതന്മാർക്ക് മാത്രമേ അവകാശമുള്ളൂ. അവരെന്ത് പറയുന്നു അത് കേട്ടോണം, സഭ അനുസരിച്ചോണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സഭാ ചരിത്രത്തിൽ എന്തിനാണ് ഈ കാലഘട്ടത്തിന് അന്ധകാര യുഗം എന്ന് പറഞ്ഞത്? ഞാൻ പറയാം. 119-ാം സങ്കീർത്തനം എടുത്താട്ടെ. എന്തിനാണ് ഈ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 119, അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു സത്യമുണ്ട്. 119-ാം സങ്കീർത്തനം, അതിന്റെ 130-ാമത്തെ വാക്യം നമ്മൾ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാം വാക്യം, നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാട്ടെ, വളരെ ഗൗരവമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാട്ടെ. ദൈവവചനത്തെ സാമാന്യ ജനങ്ങൾ വായിക്കുന്നത് സഭ അവരുടെ പ്രമാണങ്ങളാൽ വിലക്കിയെങ്കിൽ എവിടെ ദൈവവചനത്തിന്റെ പ്രകാശനം? ദൈവവചനത്തിന്റെ പ്രകാശനമില്ല. സഭ അന്ധകാര യുഗത്തിലേക്ക് പ്രവേശിച്ചു. ചരിത്രത്തിൽ ഈ കാലഘട്ടം ഏതാണ്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടം. AD 590 തൊട്ട് നവോത്ഥാനം 1517 അന്ന് വരെ അന്ധകാര യുഗം, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഡാർക്ക് ഏജ് നോക്കുക. എന്റെ സഹോദരന്മാരെ ഒന്ന് നോക്കാട്ടെ. ഞാൻ ഒരു സത്യം കൂടെ ഇവിടെ പറയട്ടെ. ആദ്യത്തെ 3 സഭകളിൽ പരിഹരിക്കപ്പെടാത്ത പരാജയങ്ങളെല്ലാം കൂടെ ചെന്ന് കുമിഞ്ഞുകൂടുകയാണ് ഈ അന്ധകാര യുഗമായ ദ്വൈതര കാലയളവിൽ. ഞാൻ ഒരു സത്യം കൂടെ ഓർപ്പിക്കട്ടെ. ഓരോ സഭയുടെ പേരിനും അർത്ഥമുണ്ട്. എഫെസോസ് എന്ന വാക്ക് എഫീമി, അയച്ചുവിടുക എന്ന വാക്കാണ്. അല്ലെങ്കിൽ വിവാഹവും ഉന്നത സ്ഥാനവും. സ്മിർന എന്ന വാക്ക് മൂര്, കയ്പെന്നാണ്. പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സഭ മൂര് എന്നുള്ള വാക്കുകൊണ്ട് കാണിക്കുന്നു. നമ്മൾ കണ്ടു പെർഗമോസ് കാലയളവ്. പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥവും മാരേജ് ആൻഡ് എലിവേഷൻ, വിവാഹവും ഉന്നതവും സ്ഥാനവും ലഭിക്കുന്നു. എന്നാൽ ദ്വൈതര എന്ന വാക്കിന്റെ അർത്ഥമല്ല. ദ്വൈതര എന്ന വാക്കിന്റെ അർത്ഥം
സാക്രിഫൈസ് രണ്ട് ഗ്രീക്ക് വാക്കാണ്. തൗ അറ്റീരിയോ. തൗ അറ്റീരിയോ. തൗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു സാക്രിഫൈസ്. THOUO. തൗ, ടു സാക്രിഫൈസ്. അറ്റീരിയോ എന്ന് പറഞ്ഞാൽ not to become weary, unwary of sacrifice, not weary of sacrifice. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കണ്ടിന്യൂവൽ സാക്രിഫൈസ്. ത്വൈധര എന്ന വാക്കിന്റെ അർത്ഥം തുടർമാനമായ യാഗമെന്നാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞോട്ടെ. എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കാത്തലിക് ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പലരും കേൾക്കുന്നു. ഒരുപക്ഷെ ഇതൂത് അങ്ങനെയുള്ളവർ കേട്ടെന്ന് വരാം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കത്തോലിക്ക സഭയില് നിങ്ങൾക്കറിയാമോ, ഇന്നും മാസ് എന്ന് പറയുന്ന, ബലിയെന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താ അത്? നാം കർത്താവിനെ ഓർക്കുവാൻ കൂടി വരുന്നു, കർത്തൃമേശ ആചരിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭയിൽ നമ്മൾ ഓർക്കണം, ഈ കാലഘട്ടത്തിൽ കാത്തലിക് ചർച്ചേ ഉള്ളൂ. ആ കാത്തലിക് ചർച്ചില് നമ്മൾ ഓർക്കണം, അവരുടെ പുരോഹിതൻ അൾത്താരയിൽ നിന്നുകൊണ്ട് ആ മാസ് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ കർത്തൃമേശയുടെ ശുശ്രൂഷ നടത്തുമ്പോൾ, അതിന്റെ പേരാണ് ബലിയർപ്പിക്കുക, മാസ്. അതിന്റെ അർത്ഥം എന്താണ്? അത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ബലിയാണ്. ഓ, എന്തൊരു ദുരുപദേശമാണ്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായം എന്ന് എടുക്കാം. ഒറ്റ വാക്യം. എന്റെ സഹോദരന്മാരെ, ഈ അൾത്താരയിൽ പുരോഹിതൻ നിന്നുകൊണ്ട് തുടർമാനമായി ബലി നടത്തുന്നു. യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്തോട് ചേർന്ന് അവരും തുടർമാനമായി യാഗമർപ്പിക്കുന്നു. അതിന്റെ പേരാണ് മാസ്, അല്ലെങ്കിൽ ബലി. മാസ് നടത്തുന്നു, ബലി നടത്തുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ഉം 12-ഉം 10 തൊട്ട് 12 വരെയുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരിച്ചലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുണ്ട്. ക്ഷമിക്കണേ, 10-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യമാണ്. 10-ഉം 11-ഉം 10 തൊട്ട് 12 വരെയുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. തുടർമാനമായി യാഗമല്ല, മാസല്ല, ബലിയല്ല. പുരോഹിതൻ അൾത്താരയിൽ നിന്ന് തുടർമാനം നടത്തുന്നത് ബലി അല്ല. അത് കർത്താവ് നടത്തിയ യാഗത്തിന്റെ തുടർമാനമല്ല. എന്താ കാരണം? ഇവിടെ വായിക്കുന്നു, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചു കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചുപോയി നിൽക്കുന്നു. യേശുവോ, 12-ാം വാക്യം നോക്കാട്ടെ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചത് എന്നേക്ക് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളെ പാദമീടമാക്കുവോളം കാത്തിരിക്കുന്നു. 14-ാം വാക്യം കൂടെ ശ്രദ്ധിക്കുക. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആ വായിച്ച വേദഭാഗത്തിൽ 3 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് ഒരിക്കലായി കഴിച്ച ശരീരയാഗം, ഒരിക്കലായി കഴിച്ച ശരീരയാഗം. 12-ാം വാക്യത്തിൽ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു. 14-ാം വാക്യം, ഏകയാഗത്താൽ. എന്റെ കേൾക്കുന്ന സഹോദരന്മാരെ, ഇനിയും നമ്മൾ ഒന്നും ഇതിനോട് കൂട്ടിച്ചേർക്കണ്ട. യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്തോട് ഒന്നും കൂട്ടിച്ചേർക്കണ്ട. കാരണം അത് ഏകയാഗത്താൽ പൂർത്തി വരുത്തി, ഏകയാഗത്താൽ സൽഗുണപൂർണനായി മാറി, ഏകയാഗത്താൽ നമുക്കവിടെ പ്രവേശിപ്പാൻ ധൈര്യമുണ്ട്. പുരോഹിതൻ അൾത്താരയിൽ നിന്നുകൊണ്ട് മാസ് ചൊല്ലുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ തുടർച്ചയായിട്ട് അവരും ആ ശുശ്രൂഷ നിർവഹിക്കുന്നു. അബ്സല്യൂട്ട്ലി റോങ്. എത്രയോ തെറ്റാണ്. വൈദ്യര എന്ന വാക്കിന്റെ അർത്ഥം തുടർമാനമായ യാഗം, കണ്ടിന്യൂസ് സാക്രിഫൈസ് എന്നാണ്. കർത്താവ് അവരോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. 18-ാമത്തെ വാക്യം നോക്കാട്ടെ. ത്വൈധരുടെ സഭയുടെ ദൂതൻ എഴുതുക. അവന്റെ ആ വാക്ക് ശ്രദ്ധിക്കുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശമായ
കാലുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല പോലെയാണ്. His eyes are like a flame of fire. His feet like a burnished bronze. എന്റെ സഹോദരന്മാരോട് പറയട്ടെ, പാപത്തോട് ഇത്രമാത്രം ഇഴുകിച്ചേർന്ന്, ലോകത്തോട് ഇഴുകിച്ചേർന്ന്, ദുരുപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സഭയോട് പറയുകയാണ്, അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുള്ളവനാണ്. പാപത്തോടുള്ള അവന്റെ കോപം, അവന്റെ സഭയെ മലിനപ്പെടുത്തിയതിന്റെ കോപം, തന്റെ ജനത്തെ തെറ്റിക്കുന്നതിന്റെ കോപം, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വെള്ളോട്ടിന് സദൃശമായ കാല്. നമ്മൾ ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന വാക്ക് നോക്കുക. അവിടെ വെള്ളോട്ടിന് സദൃശമായ കാല്, ആ കാല് ഇമ്മൂവബിൾ പവർ, ഒരിക്കലും മാറ്റമില്ലാത്ത ശക്തി, പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിന്റെ ആ അധികാരം നടത്തുവാനുള്ള ശക്തി അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയും അവന് കൊടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ തന്നെത്താൻ പരിചയപ്പെടുത്തി എന്താണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള, വെള്ളോട്ടിന് സദൃശമായ കാലുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ അവൻ പറഞ്ഞത്? ഈ കാലഘട്ടത്തിൽ അവന് വേറെ ഒരു പേരുണ്ടായി. ആ പേരാണ് ഇന്ന് പ്രമുഖമായി നിൽക്കുന്നത്, മറിയയുടെ പുത്രൻ, സൺ ഓഫ് മേരി. മറിയയുടെ പുത്രൻ എന്ന പേരിന് അവൻ അറിയപ്പെടാൻ തുടങ്ങി. കർത്താവ് അവിടെ പറയുകയാണ്, ആരാണവൻ? ദൈവപുത്രൻ. അവൻ ദൈവപുത്രൻ. ഞാൻ ഓർപ്പിക്കട്ടെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവൻ, തന്റെ സഭയെ മലിനപ്പെടുത്തിയ, തന്റെ ദാസന്മാരെ തെറ്റിക്കുന്ന, തെറ്റായ ഉപദേശങ്ങൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇവരോട് അവൻ പറയുന്നു, അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവനാണ്. അവൻ പുനരുദ്ധാനം പ്രാപിച്ച, ആ ന്യായവിധിക്ക് അധികാരം ലഭിച്ച, ആ വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനാണ്. അവൻ മെതിക്കും, ശത്രുക്കൾ അവന്റെ പാദപീഠമാകും. അവൻ ദൈവപുത്രനാണ്. അവനെ കുറച്ച് കാണുവാൻ മറിയയുടെ പുത്രനെന്നല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ അടുത്തതായിട്ട് പറഞ്ഞു, ആ വാക്യം കൂടെ, ഒരു കാര്യം കൂടെ എങ്കിലും ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. സമയം 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ആ 19-ാം വാക്യത്തിൽ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് എടുത്തോട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസ, ശുശ്രൂഷ, സാക്ഷണ എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആതിഥ്യത്തിലും ഏറിയതെന്ന് ഞാൻ അറിയും. കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നു, I know that your last work are more than your first. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതാണ്. ഞാൻ ചോദിച്ചോട്ടെ, കാത്തലിക് ചർച്ച് അവര് പ്രവൃത്തികളിൽ ഏറി വരികയാണോ കുറഞ്ഞു വരികയാണോ? നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലും ഏറിയതാണ്. ഈ കാലഘട്ടം 7-ാം നൂറ്റാണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചു. 7-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചരിത്രമെടുത്തു നോക്കിയാൽ ലോകത്തിലെ ഏതാണ്ട് എല്ലാ ശുശ്രൂഷയും, അതായത് വെസ്റ്റേൺ യൂറോപ്പിലെ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ ആശുപത്രിയും നടത്തിയത് ആരാ? കത്തോലിക്ക സഭയാണ്. ലോകത്തിലെ സ്കൂളുകള്, അനാഥാലയങ്ങള്, നമ്മൾ അറിയാം മദർ തെരേസ ചെയ്ത ശുശ്രൂഷകള്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഏത് കോണിൽ ചെല്ലുക, അവിടെ റോമൻ സഭ ചെയ്ത പ്രവൃത്തി കർത്താവ് എടുത്തു പറയുന്നു, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതാണ്. ക്രിസ്ത്യസഭ നല്ലത് പ്രവർത്തിപ്പാൻ വിളിക്കപ്പെട്ടു. എന്നാൽ 1-2 വാക്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിച്ചുകൊള്ളു. നോക്കിയാട്ടെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം ഒന്നെടുക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ഒരു ദീർഘമായ പഠനത്തിന് ഉതകുന്ന വിഷയമാണ്. അവിടെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നോക്കിയാട്ടെ.
നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കാണ് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടത് ദൈവം മുന്നൊരുക്കി. നാം അവന്റെ കൈപ്പണിയാണ്. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുയേശുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടു. നമ്മളെ ഒരു പുതിയ ജനനം നമുക്ക് നൽകി, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി. എന്തിനു വേണ്ടി? സൽപ്രവൃത്തികൾക്ക്. നോക്കാം, അത് ചെയ്തു പോരുവാൻ ദൈവം മുന്നമേക്കാൾ. തീത്തോസിന്റെ ലേഖനം കൂടെ അവിടെ നിന്നുകൂടെ ഞാൻ ഒരു വാക്യം എടുത്ത് കാണിച്ചോട്ടെ. തീത്തോസിന്റെ ലേഖനം, മറ്റ് വാക്യങ്ങൾ അതോട് ചേർത്ത് ചിന്തിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മളെ എന്തിനാണ് വീണ്ടെടുത്തത്? സൽപ്രവൃത്തികൾക്കായിട്ട്. ക്രൂശിൽ കർത്താവ് മരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇനിയും അതേ അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിക്കട്ടെ. 3-ാം അധ്യായത്തിന്റെ തീത്തോസ് തന്നെ 3:8. ഈ വചനം വിശ്വാസയോഗ്യം, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയും. തീർന്നില്ല. 14-ാം വാക്യം നോക്കി. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികൾ സൽപ്രവൃത്തികൾ മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ. പൗലോസ് തീത്തോസിന് എഴുതുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചവൻ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവൻ. കാരണം നാം അത് ചെയ്തു പോരുവാൻ ദൈവം മുന്നമേക്കാൻ. പക്ഷേ രക്ഷിക്കപ്പെട്ടവരാണ് സൽപ്രവൃത്തി ചെയ്യേണ്ടത്, രക്ഷിക്കപ്പെടുവാനല്ല സൽപ്രവൃത്തി ചെയ്യേണ്ടത്. We are called to do good works, not to be saved. We who are saved are called to do good works. രക്ഷിക്കപ്പെട്ട നമ്മളെ നല്ല പ്രവൃത്തിക്ക് വേണ്ടി വിളിച്ചു. നാം അത് ചെയ്തു വരുവാൻ ദൈവം മുന്നമേക്കാൻ. പുത്രൻ ക്രൂശിൽ തന്നെത്താൻ കൊടുക്കുന്നത് സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി അവർ തീരണം. ഇവിടെ വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ചവർ. നമ്മൾ കണ്ടു, ദൈവത്തിൽ വിശ്വസിച്ചവർ. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. കാത്തലിക് ചർച്ച് നമ്മൾ കണ്ടു, ആ അന്ധകാര യുഗത്തിൽ പോലും അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിൽ വേറി വരിക. ഇന്ന് ലോകത്തിൽ അവരുടെ പ്രവൃത്തി കൂടി വരുമ്പോൾ ദൈവജനത്തോടാണ് അവൻ പറഞ്ഞത്, ദൈവത്തിൽ വിശ്വസിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടവർ സൽപ്രവൃത്തി ചെയ്യാൻ അവർ വിളിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ പഠനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അവന്റെ വലിയ നാമം മഹത്വം.